ശ്രീ അഖിൽ, ഇത് അരാജക രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് BJPക്ക് പരിഹസിക്കാം. ആ രീതിയിലുള്ള പരിഹാസവും രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഡൽഹി നഗര ഹൃദയമാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വിജയം കണ്ടത് ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ. അല്ല, വിജയം കണ്ടു എന്ന് മഞ്ജുഷു പറയുന്നത് ആ FIR ഇട്ടു എന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഒരു സമരമുണ്ടായി, ആ സമരത്തിൽ ചില അക്രമ സംഭവങ്ങളുണ്ടായി, ആ അക്രമ സംഭവങ്ങളുടെ ഭാഗമായി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ കേസെടുക്കുമ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നത് ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണ് പോലീസ് ആക്രമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ ഈ തരത്തിലുള്ള കേസെടുക്കണം എന്നതാണ് വാദമായി ഉന്നയിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് സമരത്തിലേക്ക് പോകുന്ന സമയത്ത് അത് നിയന്ത്രിക്കുവാൻ, അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പലതരത്തിലുമുള്ള പ്രതിരോധ മാർഗങ്ങൾ അതാത് സ്ഥലത്തുള്ള ഹോം നോക്കുന്ന അല്ലെങ്കിൽ ക്രമസമാധാനം നോക്കുന്ന ആൾക്കാരൊക്കെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഈ ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഈ നടത്തുന്ന നാടകങ്ങൾ, കാരണം മഞ്ജുഷു പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു നാടകീയ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റവർക്ക് വേണ്ടി മാത്രമായിരിക്കണം രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടത് എന്ന് നിർബന്ധം പിടിക്കാനാവില്ല കേട്ടോ. അത് യുവാക്കളുടെ സമരമായിരുന്നു. അവിടെ പെലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വാദം. പക്ഷെ അങ്ങനെയല്ല, പെലറ്റ് ഗൺ ഉപയോഗിച്ചത് വഴി അവിടെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ട ഒരാളെ നേരിട്ട് ഹാജരാക്കിയാണ് രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് സമരത്തിൻ്റെ തീഷ്ണതയുടെ ഭാവങ്ങളിൽ എല്ലാ കാലത്തും ആൾക്കാർക്ക് പലതരത്തിലുള്ള പരിക്ക് പറ്റുന്നുണ്ട്. ഞങ്ങളുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസുകാർ നടത്തിയ അക്രമങ്ങളുടെ ഭാഗമായിട്ട് പരിക്കേറ്റവരുടെ കണ്ടു. ഞാനിപ്പോഴും ഈ കയ്യിൽ കമ്പിയുമായി നടക്കുകയാണ്. കേരളത്തിൻ്റെ പോലീസ് അടിച്ചതിൻ്റെ ഭാഗമായി ഞാനിപ്പോഴും പരിക്കുപറ്റിയ കൈയുമായി നടക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളിപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്, സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി നീതിയുക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഏറ്റവും വലിയ ഏജൻസി അല്ലെങ്കിൽ ഏറ്റവും വലിയ നീതിപീഠത്തിൽ നിന്ന് തന്നെ ഒരു സമിതിയെ നിയോഗിച്ച് ആ സമിതിയുടെ അന്വേഷണം നടക്കുമ്പോൾ ഡൽഹിയുടെ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് നടക്കുമ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ഡൽഹി പോലീസ് എന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ കാണുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിന് വേണ്ടി, ഒരു മേൽനോട്ടത്തിന് വേണ്ടി ഉന്നത സമിതിയെ നിയോഗിച്ചിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മുകളിലാണ് ഡൽഹി പോലീസ് എന്ന് പറയുന്ന ഈ മഹാനോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ അധികമൊന്നും ഈ മനുഷ്യനെ പറയാത്തത്, ഞങ്ങളുടെ എല്ലാ കാലത്തും ചില സമയത്തൊക്കെ ഞങ്ങൾ തമാശയ്ക്കെങ്കിലും പറയാറുണ്ട് രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യമാണെന്ന് ഞങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം എങ്ങനെയാണ്, ഞാൻ പറയുന്നത് സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആൾക്കാരെ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അക്രമമേറ്റു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതുമ്പോൾ അവർ പറയുന്ന ആ കാര്യങ്ങളെ ഒന്ന് പഠിക്കേണ്ട രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളല്ലേ, അദ്ദേഹത്തിന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഇല്ല. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഈ കാര്യവുമായി ബന്ധപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇത് വിശദമായി പരിശോധിക്കുന്നുണ്ട്, ആ പരിശോധനയിൽ ഇതെല്ലാം ഉൾപ്പെടും. ഈ നിങ്ങളെ ആക്രമിച്ചിട്ടുള്ള ഏതെങ്കിലും പോലീസുകാരനുണ്ട് എങ്കിൽ ആ പോലീസുകാരനെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അങ്ങനെ ആ വിദ്യാർത്ഥികൾ ആക്രമിക്കാനൊന്നും ഈ രാജ്യത്തെ ഭരണകൂടം ഒരു കാലത്തും ആഗ്രഹിക്കുന്നില്ല. കാരണം രാജ്യത്തെ ഭരണകൂടത്തിന്റെ സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വെച്ച് കേസെടുക്കുന്നതിന് തടസ്സമില്ല കേട്ടോ. സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വെച്ച് കേസെടുക്കുന്നതിൽ തടസ്സമില്ല. ഇത് വ്യക്തിപരമായിട്ട് പരാതി നൽകിയതാണ്. ആ പരാതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നതല്ലാതെ പരാതി പരിഗണിക്കുന്നില്ല. അപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേരെ വരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതിപ്പോൾ FIR എടുക്കാൻ അതിനകത്ത് മെറിറ്റ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഇപ്പോൾ FIR ഇട്ടത് പോലീസ് ഒടുവിൽ.
അല്ല മഞ്ജുഷ, ഞാൻ ചോദിക്കുന്നത് എൻ്റെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടോവൻ്റെ CIക്ക് അല്ലല്ലോ പരാതി കൊടുക്കുക. ഞാൻ മിനിമം അദ്ദേഹത്തിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എനിക്ക് പരാതി ഉണ്ട് എങ്കിൽ ഞാൻ മിനിമം DGPക്ക് പരാതി കൊടുക്കണ്ടേ? അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇങ്ങനെ FIR ഇട്ടില്ല, ഈ സ്റ്റേഷനിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഹൈക്കോടതി നിയോഗിച്ച സമിതിയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്ക് മുകളിൽ നമുക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുക? ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക്, ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്ത് എനിക്ക് നീതി ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനം, ഒരു സ്ഥലം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടും എല്ലാം തന്നെ എനിക്ക് ബഹുമാനമുള്ളത് കൊണ്ട് തന്നെ, എനിക്ക് അതിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള നീതിയും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞത്, ഈ FIR ഇട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ആ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പോയിരുന്ന പോലീസ് സ്റ്റേഷൻ മാത്രമല്ലല്ലോ അവസാനത്തെ നീതി ഉറപ്പുവരുത്തി തരേണ്ട ഒരു സ്ഥലം. ശ്രീകുമാർ, സുപ്രീം കോടതി 5-അംഗ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ മഞ്ജുഷ ഒറ്റ കാര്യം കൂടി നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ധാർമ്മികതയുടെ പേരിലെങ്കിൽ പോലും ഒരു മന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ മന്ത്രി രാജിവെച്ചതിന് പിന്നാലെ മറ്റൊരു മന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ചില നരാധമ കൂട്ടമായിട്ടുള്ള കോൺഗ്രസും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഘടകകക്ഷികളും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഈ സമരങ്ങൾക്ക് പിന്നിലെന്നാണ് ഞങ്ങൾ രാഷ്ട്രീയമായി സുപ്രീം കോടതി 5-അംഗ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് നേരിട്ടാണ് ഇവരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരം നടക്കുകയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധ റാലിക്ക് നേരെ പോലീസ് ആക്രമണം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി, എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ. അതിനിടെ രാഹുൽ ഗാന്ധി എന്തിനാണ് ഈ നാടകം കാണിക്കുന്നത് എന്നാണ് BJPയുടെ ആരോപണമായി വന്നിട്ടുള്ളത്. നോക്കൂ ശ്രീ മഞ്ജുഷേ, രണ്ടാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിലൊരു സമിതിയെ വെച്ചത് 13 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനാണ്, അന്വേഷിക്കാനാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഇവിടുത്തെ കാര്യം അതല്ല. രാജ്യത്തെ ഒരു സാധാരണ പൗരൻ ഒരു പരാതി കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ 1-2 സ്റ്റേഷനിൽ അദ്ദേഹം പരാതി കൊടുത്തു. അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഇട്ടില്ല. ഒരു FIR ഇടണമെന്നുള്ളൊരു പ്രാഥമിക മര്യാദയാണ് പോലീസ് സംവിധാനത്തിന്റെ. അത് ഇട്ടില്ല. ജൂലൈ 20-നാണ് ജന്തർ മന്ദറിൽ ഈ വിഷയം ഉണ്ടാകുന്നത്. ഇന്നിപ്പോ ആഗസ്റ്റ് 20 ആവാറായി, 20 കഴിഞ്ഞു. അപ്പോ ഈ ഒരു മാസമായിട്ട് FIR ഇടാത്തപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നൊരു പൗരന് അവന്റെ അവകാശം സ്ഥാപിച്ചു കൊടുക്കാനായിട്ട്. അത്ര ഉള്ളൊരു വിഷയം, വേറൊന്നുമില്ല. അപ്പൊ അത് പോലീസുകാരെന്താ പറഞ്ഞത്? ഇത് സുപ്രീം കോടതി അന്വേഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് എങ്ങനെ 5 മണിക്കൂർ കൊണ്ട് പോലീസ് പരിഹരിച്ചത്? മുട്ടുമടക്കിയില്ലേ ഡൽഹി പോലീസ്? അതായത് BJP ഗവൺമെന്റ് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി അവർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവെന്നുള്ള ശോഭ ഇപ്പൊ മാത്രമല്ല, എന്റെ സുഹൃത്ത് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇപ്പൊ മാത്രമല്ല, അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിന്റെ കാരണം എന്താ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.